അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഇന്ത്യക്കുണ്ടോ? ഇന്ത്യയുടെ നേട്ടങ്ങൾ കുറച്ചൊക്കെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വാഷിങ്ടണിൽ നിന്ന് വൈറ്റ് ഹൗസ് ഒഫീഷ്യലി ഒരു കമ്മ്യൂണിക്കെ ഇറക്കിയിട്ടുണ്ട്. 36 പോയിൻറ്റ്സ്, 36 പാരഗ്രാഫാണ് അതിൽ 1, 2, 3 എന്ന് പറഞ്ഞ് നമ്പർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളിൽ ആ 36 പോയിൻറ്റുകൾ വായിച്ച് ഒരു റിസൾട്ട് എന്താണെന്ന് ഈ രണ്ട് ലോക നേതാക്കൾ തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഔട്ട്കം എന്താണെന്ന് പറയുന്ന ഒരു സമഗ്രമായ റിപ്പോർട്ട് കുറച്ചൊക്കെ കണ്ടത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. മറ്റ് ഇന്ത്യൻ എക്സ്പ്രസിൽ പോലും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കണ്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടത് ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞിട്ട് കോമ്പാക്റ്റ് എന്ന പേര് ചുരുക്കത്തിൽ പറയാവുന്ന ഒരു പ്രോഗ്രാം കണ്ടു. ഈ കോമ്പാക്റ്റിന് വാഷിങ്ടണിൽ നിന്നുള്ള വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഈ കമ്മ്യൂണിക്കെ പറയുന്ന ഒരു എക്സ്പാൻഷൻ, കാറ്റലൈസിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മിലിറ്ററി പാർട്ട്ണർഷിപ്പ്, ആക്സിലറേറ്റഡ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജി എന്നൊരു തലക്കെട്ടിൽ അതിനാണ് കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വെറുതെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കൗതുകമുള്ള കാര്യമാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആദ്യത്തെ ഒരു ധാരണയാണ്. അതാണ് കോമ്പാക്റ്റ് എന്ന് പേരിട്ടിരിക്കുന്നു. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വിപുലീകരണം, കാറ്റലൈസിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മിലിറ്ററി പാർട്ട്ണർഷിപ്പ്, ആക്സിലേറ്റഡ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ട്രംപും മോദിയും തമ്മിലുള്ള ചർച്ചകളുടെ ഒരു സംഗ്രഹമാണ് ഈ കോമ്പാക്റ്റ്. ഒന്ന്, സജീവ പങ്കാളിത്തം. ഇതിലൊക്കെയാണ് മിലിറ്ററി പാർട്ട്ണർഷിപ്പ്, ആദ്യം പറയുന്നത് അതിനെക്കുറിച്ചാണ്. പിന്നെ വേഗം കൂട്ടും, എന്തിനാണ്? കൊമേഴ്സ് ആൻഡ് ടെക്നോളജി. വ്യാപാരത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ നിലവിലുള്ള പ്രക്രിയയ്ക്ക് വേഗം കൂട്ടും. അതോടൊപ്പം തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കും. അതിൻ്റെ ഗതിവേഗം കൂട്ടും. അതിന് കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കും. ഏതിന്? മിലിറ്ററി പാർട്ട്ണർഷിപ്പിന്, സൈനിക പങ്കാളിത്തം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക പങ്കാളിത്തം. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ സമ്മപ്പ് എന്ന് പറയുന്നത്. ഒന്ന് മിലിറ്ററി പങ്കാളിത്തം, സൈനിക പങ്കാളിത്തം, വ്യാപാരം, സാങ്കേതിക വിദ്യ കൈമാറ്റം. ഇങ്ങനെ ഇതിനെ ചുരുക്കാം എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവർ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞ് വൈറ്റ് ഹൗസിൻ്റെ ഈ കമ്മ്യൂണിക്കെ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനികമായ സഹകരണത്തിന് വേണ്ടി ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഏതാണ്ട് അമേരിക്കൻ സഖ്യത്തിലേക്ക് നീങ്ങുന്നതിന് സമാനമായ ഒരു കരാറാണെന്ന് വേണമെങ്കിൽ തോന്നിപ്പിക്കാം. അടുത്ത 10 വർഷക്കാലം ഇപ്പം നിലവിൽ സൈനിക സഹകരണത്തിനുള്ള ചില ധാരണകളുണ്ട്. അത് പക്ഷേ ലോങ് ടേം അല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നു എൻ്റെ ടേം 4 വർഷം കൊണ്ട് തീരും. പക്ഷേ അതിനുമപ്പുറം പിന്നെയും ഒരു 6 വർഷത്തേക്കൂടെ നീളുന്ന ഒരു സൈനിക സഹകരണത്തിൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കും. അത് സംബന്ധിച്ചുള്ള എഗ്രിമെൻ്റ് ഈ വർഷം തന്നെ വെക്കും. എന്ന് പറഞ്ഞാൽ അമേരിക്ക അവരുടെ നാറ്റോ പോലെയുള്ള അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അലൈകളിലൊന്നായി ഇന്ത്യയെ പരിഗണിക്കാൻ പോകുന്നു. അമേരിക്കയുമായി സജീവ മിലിറ്ററി പങ്കാളിത്തം ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഈ ഫ്രെയിം വർക്ക്. അത് 10 വർഷത്തേക്കായിരിക്കും. അത് ഈ വർഷം തന്നെ ഒപ്പുവെക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പം നമ്മൾ ആ കോമ്പാക്റ്റ് എന്നുള്ള പേരിട്ടതിൻ്റെ ആദ്യ ഭാഗമാണിത്. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നലെ ചില കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഓഫർ ചെയ്തതിനെക്കുറിച്ച് ഇപ്പം ഞാൻ മനോരമ പത്രത്തിൽ കണ്ടത് കുറച്ച് ഈ മാരിടൈം പെട്രോൾ, കടൽ നിരീക്ഷണം, ഇന്ത്യൻ മഹാസമുദ്രത്തിലൊക്കെ നിരീക്ഷണം നടത്താൻ ബോയിങ് കമ്പനി ഉണ്ടാക്കുന്ന P-81 അല്ലെങ്കിൽ P-8I, എങ്ങനെയാണ് വായിക്കുന്നത് അറിയില്ല. P-81 ആണെന്ന് ഞാൻ വായിക്കുന്നു. P-8I എന്നും വേണമെങ്കിൽ വായിക്കാം. ആ കാറ്റഗറിയിൽപ്പെട്ട 6 സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ തരും എന്നാണ് ഞാൻ മനോരമ കണ്ടത്. പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവർ തമ്മിലുള്ള ചർച്ചയുടെ ഒരു സമ്മപ്പ് ചർച്ച നടത്തിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് രണ്ട് രാജ്യത്തെ നേതാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്ത് ധാരണയിലാക്കിയത് എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച് ഒരു മിനിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് വാഷിങ്ടണിൽ നിന്ന് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ പറയുന്നത് ഡിഫൻസ് എന്നുള്ള തലക്കെട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് C-130J സീരീസിലുള്ള സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ തരും. അത് നമ്മുടെ പത്രങ്ങളിൽ കാണുന്നില്ല. C-130J എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹെർക്കുലീസ് എന്ന് പറഞ്ഞാൽ വലിയ കരുത്തുള്ള എന്നുള്ള സങ്കല്പമാണ്. ഒരു യമന നായകനാണല്ലോ. അതുപോലെ വലിയ കരുത്തുറ്റ വിമാനങ്ങൾ ഇന്ത്യക്ക് ഹെർക്കുലീസ് കാറ്റഗറിയിൽ വരുന്ന C-130J ഹെർക്കുലീസ് വിമാനങ്ങൾ തരും എന്ന് പറയുന്നു. 2 C-17 ഗ്ലോബ് മാസ്റ്റർ 3. ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ 13-14 വിമാനങ്ങളുണ്ട്. ഗ്ലോബ് മാസ്റ്റർ കൂറ്റൻ വിമാനങ്ങളാണ്. ആ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. കൂറ്റൻ വിമാനം, വലിയ യന്ത്രങ്ങളും ടാങ്കുകളും ഒക്കെ കൊണ്ടുപോകാവുന്ന വിമാനങ്ങളാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ കോവിഡ് കാലത്ത് ഈ ഓക്സിജൻ ക്ഷാമം ഉണ്ടായപ്പോൾ നമ്മൾ UK അയച്ച അവിടെ നിന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ കൊണ്ടുവന്നത്
ഈ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ്. നമുക്ക് 13 എണ്ണം ഉണ്ടെന്നാണ് കണക്ക്. അത് കൂടുതൽ തരും. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, മിലിറ്ററി പർപ്പസ്, ഹെവി എക്യുപ്മെൻറ്റ്സ്, ടാങ്കുകൾ പോലെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അതിനകത്ത് കയറ്റിക്കൊണ്ട് വേറെ സ്ഥലങ്ങളിൽ പോകാം. വിമാനങ്ങൾ വരെ അതിനകത്ത് കയറ്റിക്കൊണ്ട് പോകാം. അത്ര കൂറ്റൻ വിമാനമാണ്. അപ്പോൾ C-17 ഗ്ലോബ് മാസ്റ്റർ 3 കാറ്റഗറിയിലുള്ള വിമാനങ്ങൾ നമുക്ക് തരുമെന്ന് പറയുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പോസിഡോൺ എയർക്രാഫ്റ്റ്, അതാണ് P-81 എന്ന് പറയുന്നത്. സമുദ്ര നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വിമാനങ്ങളാണ്. അതൊരു 6 എണ്ണം കൂടി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കടലോര പ്രദേശത്ത്, കടൽ മേഖലയിൽ, അതായത് മാരിടൈം സർവൈലൻസ് വളരെ ശക്തമായി നടത്താൻ കഴിയുന്ന വിമാനങ്ങളാണ്. അത് കിട്ടും. ഇനിയുള്ളത് പിന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് വളരെ ലോകത്തെ ഏറ്റവും പോപ്പുലറായ, വിഖ്യാതമായ, പേരുകെട്ട അമേരിക്കയുടെ ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് CH-47F ചിനൂക്ക് ഹെലികോപ്റ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ അറിയാം ചിനൂക്ക് ഹെലികോപ്റ്ററുകളുടെ പ്രകടനമൊക്കെ. CH-47F ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ നമുക്ക് തരുമെന്ന് പറയുന്നു. MH-60R, MH-60R സ്വിഹാക്ക് വിമാനങ്ങൾ, അത് നമുക്ക് തരാനുള്ള കരാറ് ധാരണയിൽ ഒപ്പുവെച്ചു. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വളരെ ഏറ്റവും പേരുകെട്ട ഒരു ഹെലികോപ്റ്റർ ആണ് അപ്പാച്ചെ. കേട്ടിട്ടുണ്ടല്ലോ, അപ്പാച്ചെ വളരെ നമ്മുടെ ഇന്ത്യയിൽ പോലും കേരളത്തിൽ പോലും ഹിറ്റാണ്. അപ്പാച്ചെ സീരീസിൽ പെടുന്ന AH-64E അപ്പാച്ചെ നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു, എഗ്രി ചെയ്തിരിക്കുന്നു. ഇനി അതുകൂടാതെ ഹാർപൂൺ ആൻറ്റി ഷിപ്പ് മിസൈൽ, അത് നമുക്ക് തരുന്നുണ്ട്. കപ്പലുകളെ, യുദ്ധക്കപ്പലുകളെ തകർക്കാൻ കഴിയുന്ന ഹാർപൂൺ ആൻറ്റി ഷിപ്പ് മിസൈലുകൾ നമുക്ക് തരികയാണ്. ഇനി തീർന്നില്ല, നമുക്ക് പീരങ്കികളുണ്ടല്ലോ, നമ്മൾ ബൊഫോഴ്സൊക്കെ ഉപയോഗിക്കുന്ന പോലെ M777 ഹോവിസ്റ്റേഴ്സ്, അതിൻ്റെ ഒരു നിര ഇന്ത്യക്ക് തരാമെന്ന് ഇന്നലത്തെ കരാറിൽ ഒപ്പുവെച്ചു. പിന്നെ MQ-9BS, അത് എനിക്ക് ആളില്ല വിമാനം, ഡ്രോൺ ആണെന്ന് തോന്നുന്നു, അത് തരാമെന്ന് ഗീതിക്കും. ഇത്രയും കാര്യങ്ങൾ ഇന്നലത്തെ മീറ്റിങ്ങിൽ ധാരണയായി 2 രാജ്യങ്ങളും ഒപ്പുവെച്ചു. അപ്പോൾ നമ്മുടെ ആയുധപ്പുരയിലേക്ക് അമേരിക്കൻ നിർമ്മിതമായ ഒരുപാട് ആയുധങ്ങൾ, ഒരുപാട് വിമാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, പീരങ്കികളൊക്കെ വരാൻ പോവാണ്. ഇപ്പോൾ ബൊഫോഴ്സ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരങ്കി. അതിനൊപ്പമോ അതിന് ബദലോ ഒക്കെ ആയിട്ട് M777 വരുന്നു. അപ്പോൾ നമ്മുടെ ആയുധക്കലവറ അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ട്രംപ് തീരുമാനിച്ചു. ട്രംപിനെ സംബന്ധിച്ച് കച്ചവടം കൂടിയാണ്. അമേരിക്കയ്ക്ക് പണം കിട്ടും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമുണ്ട് വിമാനങ്ങൾ, നമുക്ക് ആവശ്യമുണ്ട് ആയുധങ്ങൾ, നമുക്ക് ആവശ്യമുണ്ട് പുതിയ തോക്കുകൾ, പീരങ്കികളൊക്കെ. അപ്പോൾ അത് വളരെ ഒറ്റ ദിവസത്തെ 4 മണിക്കൂറാണ് ട്രംപും മോദിയും തമ്മിൽ കണ്ടത്. 4 മണിക്കൂർ കാണുകയും വളരെ വാമത്തായിട്ടുള്ള മീറ്റിംഗ് ആണല്ലോ. നമ്മൾ കണ്ടില്ലേ, അവിടെ ട്രംപ് കൂട്ടിക്കൊണ്ടു പോകുന്നു, ഹസ്തദാനം ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പ്രസിഡന്റ് ഇരുന്ന് ഒപ്പിടുന്ന കസേരയിൽ പ്രസിഡന്റിൻ്റെ കസേര വലിച്ചു മാറ്റി മോദിയെ ഇരുത്തുന്നു. ആ കസേര നീക്കിക്കൊടുക്കുന്ന ട്രംപാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇന്നലെ ഈ ഫ്രഞ്ച് പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ മോദിയെ വന്നു സ്വീകരിച്ചു. മോദിയും ഫ്രഞ്ച് പ്രസിഡന്റും കൂടിയായിരുന്നു മീറ്റിങ്ങിൻ്റെ ആതിഥേയർ. അവർ വന്നപ്പോൾ തന്നെ വലിയ ആചാരപരമായ സ്വീകരണം കൊടുത്തു. മാക്രോൺ വന്നിട്ട് സ്വീകരിക്കുന്നു, എയർപോർട്ടിൽ സ്വീകരിക്കുന്നു, തിരിച്ചു കയറ്റി വിടുമ്പോഴും അത്ര സ്നേഹനിർഭരമായ യാത്രയപ്പ്, കൈകൂപ്പിയാണ് കയറ്റി വിടുന്നത്. എന്നിട്ട് ഒരുമിച്ച് അവർ സഞ്ചരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഒരു മീറ്റിങ്ങിൽ വന്നപ്പോഴത്തേക്ക് മോദിക്ക് കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആ ഭാഗം മാത്രം വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് വിവാദമുണ്ടാക്കിയ ആളുകൾ എന്താണ് മോദിയോട് ട്രംപ് ഇന്നലെ കാണിച്ചത്? സ്വന്തം കസേരയിൽ മോദിയെ ഇരുത്തുന്നു, ആ കസേര വലിച്ചു നീക്കി ഇരുത്തുന്നു, തള്ളി മുന്നോട്ട് മാറ്റിക്കൊടുക്കുന്നു. അതൊക്കെ സാധാരണ പരിചാരകർ ചെയ്യുന്നതാണ് അല്ലേ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫീസർമാർ ചെയ്യുന്നതാണ്. അപ്പോൾ മോദിയുടെ അടുത്ത് അത്ര ഹൃദയവിശാലതയോടെ, അത്ര മമതയോടെ ട്രംപ് പെരുമാറിയത് കണ്ടിട്ട് ആർക്കും കുരുവൊന്നും പറ്റിയില്ല. കാരണം മിണ്ടാൻ വയ്യ. കാരണം അവിടെങ്ങാനും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ ആയുധക്കലവറ പോലും നിറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആയുധങ്ങൾ കിട്ടി. പക്ഷേ ഞാൻ അതിനകത്ത് കാണുന്ന വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ കണ്ടത്, ഇതൊക്കെ കൊള്ളാം, നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിനകത്തൊരു പരാശ്രയത്വമുണ്ട്. അമേരിക്കൻ സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നു, അതിൻ്റെ സ്പെയർ പാർട്സ് അമേരിക്കയിൽ നിന്ന് മേടിക്കണം, അതിൻ്റെ മെയിൻ്റനൻസിന് അമേരിക്കയുടെ സഹായം വേണം. ഇതൊക്കെ ഈ വിദേശത്തു നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള ഒരു പരിമിതിയാണ്. പക്ഷേ റഫേൽ നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയപ്പോൾ നമ്മൾ ടെക്നോളജി ഉൾപ്പെടെയാണ് വാങ്ങിയത്. അതുകൊണ്ടാണ് അതിന് വില കൂടിയത്. ടെക്നോളജി കൂടെ നമുക്ക് ഇവിടെ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം ഇന്ത്യയിൽ തന്നെ വേണം. അതിനുള്ള പരിശീലനം വേണം, സാങ്കേതിക വിദ്യ വേണം എന്ന് പറഞ്ഞിട്ടാണ് റഫേൽ നമ്മൾ വാങ്ങിയത്. കൂടുതൽ റഫേൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങാനും പോവുകയാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ വാങ്ങിയാൽ അതിൻ്റെ കൂടെ ടെക്നോളജി ഡെലിവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥ ഇതിനകത്തുള്ളതായി കാണുന്നില്ല. പക്ഷേ ജാവലിൻ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വളരെ ഫേമസ് ആണ്. ടാങ്കുകൾ തകർക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്ന ലോകപ്രസിദ്ധമായ ടാങ്ക് വേദ മിസൈൽ സംവിധാനമാണ് ജാവലിൻ.
ഇനി ഇന്ത്യയിൽ ഉണ്ടാക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നു. ടെക്നോളജി തരും. കോ പ്രൊഡക്ഷനാണ് ഇന്ത്യയും അമേരിക്കയും കൂടെ ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. ഇനി സ്ട്രൈക്കർ എന്ന് പറയുന്ന പ്രസിദ്ധമായ അമേരിക്കയുടെ ഉരുക്ക് കോട്ട എന്ന് പറയുന്ന ഒരു കോമ്പാറ്റ് വെഹിക്കിളാണ്, ഇൻഫെൻട്രി കോമ്പാറ്റ് വെഹിക്കിളാണ് സ്ട്രൈക്കർ. മിലിറ്ററി വാഹനമാണ്, ആർമേഡാണ്. അതായത് ഷെല്ലുകളേറ്റാൽ പോലും തകരാത്ത ടാങ്ക് പോലെയുള്ള മിലിറ്ററി കോമ്പാറ്റ് വെഹിക്കിൾ. അത് ഇന്ത്യയിൽ ഉണ്ടാക്കാമെന്ന് പറയുന്നു. അതായത് ഇന്ത്യ ഇനിയിപ്പോൾ അപ്പോൾ ടെക്നോളജി പങ്കുവെക്കുകയാണ്. അപ്പോൾ ജാവലിൻ ആൻറ്റി ടാങ്ക് മിസൈലും സ്ട്രൈക്കർ ഇൻഫൻട്രി കോമ്പാറ്റ് വെഹിക്കിളും ഇന്ത്യയിൽ ഉണ്ടാക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും സാങ്കേതിക വിദ്യ സാധാരണ അമേരിക്ക കൈമാറാറില്ല, അതൊരു ജോയിൻറ്റ് വെഞ്ചറും സമ്മതിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഈ തുടക്കം എന്ന നിലയിൽ വേണമെങ്കിൽ ഈ ജാവലിൻ ടാങ്കിൻ്റെയും ഈ സ്ട്രൈക്കറിൻ്റെയും നിർമ്മാണം ഇന്ത്യയിൽ നടത്തുന്നു. ഇന്ത്യയിൽ ഉണ്ടാക്കിയുള്ള ഗുണം വേണമെങ്കിൽ ഇപ്പോൾ ബ്രഹ്മോസ് റഷ്യയും സഹകരണത്തോടെ നമ്മൾ ഉണ്ടാക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ഫിലിപ്പൈൻസിന് നമ്മൾ കൊടുക്കുന്നു, പിന്നെ മിഡിൽ ഈസ്റ്റ് ഇന്തോനേഷ്യക്ക് കൊടുക്കുന്നു, മറ്റ് പല രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. മറ്റ് പലരും ബ്രഹ്മോസ് നമ്മളിൽ നിന്ന് വാങ്ങുകയാണ്. റഷ്യയുമായിട്ട് നമ്മൾ ധാരണയുണ്ടാക്കി ടെക്നോളജി കൈമാറി നമ്മൾ ഉണ്ടാക്കുന്നു. അതിൻ്റെ കൂടെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യം, ചില രാജ്യങ്ങൾ നമുക്കൊരു സാധനം തന്നാൽ നിങ്ങൾ ഉപയോഗിച്ചോ, പക്ഷെ നിങ്ങൾ ആർക്കും വിൽക്കാൻ പറ്റില്ല എന്ന് പറയും. റഷ്യ വളരെ ലിബറലായിട്ട് ബ്രഹ്മോസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നീടുള്ള വിൽപ്പന പോലും നമുക്ക് നടത്താം എന്ന തരത്തിലാണ് ആ കരാറുണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് വിയറ്റ്നാമിനും ഫിലിപ്പൈൻസിനും ഇന്തോനേഷ്യക്കുമൊക്കെ വിൽക്കാൻ പറ്റുന്നത്, പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ആയുധ വ്യാപാര രംഗത്തേക്ക് കൂടെ ഇന്ത്യയെ സഹായിക്കുമാറുള്ള ഒരു വ്യവസ്ഥയാണ് അന്ന് റഷ്യ ബ്രഹ്മോസിന്റെ കാര്യത്തിൽ ചെയ്തത്. അതുപോലെ ഒരു പക്ഷേ ജാവലിനും സ്ട്രൈക്കറും നമ്മളിവിടെ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു വ്യവസ്ഥ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്ലോബൽ ആയുധ വ്യാപാര രംഗത്തേക്കുള്ള ഇന്ത്യയുടെ എൻട്രിയാണ്. ഇന്ത്യ എൻട്രി നടത്തി ഇപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു റോളിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൂടെ കുറച്ചുകൂടെ മെച്ചപ്പെടാൻ സഹായിക്കുന്ന തരത്തിലാണോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും അമേരിക്ക നമ്മളെ വല്ലാതെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളിപ്പോൾ ബാംഗ്ലൂർ യലഹങ്കയിൽ ഒരു എയർ ഷോ നടന്നിരുന്നു. എയർ ഷോ നടന്നപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചാരം വന്നിരുന്നു അമേരിക്കയുടെ F-35 ലൈറ്റ്നിങ് വിമാനങ്ങൾ പറക്കുന്നത്. പിന്നീട് റഷ്യയുടെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സുഖോയ് 57, സുഖോയ് 57, F-35 ലൈറ്റ്നിങ് 2 വിമാനങ്ങൾ എയർ ഷോയിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരുന്നു. ഇപ്പോൾ രണ്ടിനും F-35 ലൈറ്റ്നിങ്ങിന് ഈക്വലൻ്റ് ആയിട്ടുള്ള തത്തുല്യമായിട്ടുള്ള റഷ്യൻ വിമാനമാണ് സുഖോയ് 57. ഇത് രണ്ടും ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഒന്നിന് മെച്ചമാണ്. അപ്പോൾ ഏത് മോശം ഏത് മികച്ചതെന്ന് പറയാൻ പറ്റാത്ത കട്ടക്ക് നിൽക്കുന്ന 2 5ാം തലമുറ വിമാനങ്ങളാണ്. ഈ 2 വിമാനങ്ങളും നമ്മുടെ എയർ ഷോയിൽ വന്നിരുന്നു. അതിനകത്ത് ഇപ്പോൾ F-35 ലൈറ്റ്നിങ് നമുക്ക് തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് ഒരു മാസം മുമ്പ് നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചു. F-35 അമേരിക്ക ഇന്ത്യക്ക് തരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പലരും അവിശ്വസനീയമാണ് എന്ന് പറഞ്ഞു. F-35 ലൈറ്റ്നിങ് നമുക്ക് തരുമോ? അത് ഇസ്രയേലിനും നാറ്റോ രാജ്യങ്ങൾക്കും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. F-22 നമുക്ക് കിട്ടിയാൽ, F-22 റാപ്റ്റർ അത് നമുക്ക് കിട്ടിയാൽ നല്ലതാണ്, അതായിരിക്കും നല്ലതെന്നൊക്കെ ചില ആളുകൾക്ക് പറയുന്നുണ്ട്. നമ്മുടെ ചില പ്രേക്ഷകരും പറഞ്ഞു. പക്ഷേ F-22 റാപ്റ്റർ അമേരിക്ക ആർക്കും കൊടുത്തിട്ടില്ല. അത് അമേരിക്കയുടെ ഏറ്റവും വലിയ സ്റ്റെൽത്ത് വിമാനമാണ്. അദൃശ്യമായി ഇൻവിസിബിളായി പറക്കാൻ കഴിയുന്ന 100% ഇൻവിസിബിളായി പറക്കാൻ പറ്റുന്ന റാപ്റ്റർ അമേരിക്ക ആർക്കും കൊടുത്തിട്ടുമില്ല. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാലും കൊടുക്കാൻ പറ്റില്ല. കാരണം അതിന് സെനറ്റിൻ്റെ അംഗീകാരം വേണം. അതുപോലെ അമേരിക്കയുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഫൈറ്ററാണ്. ഇപ്പോൾ നമുക്ക് F-35 കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന് സാങ്ഷൻ ചെയ്തിട്ടുള്ള 42.5 സ്ക്വാഡ്രൺ ആണ് വേണ്ടത്. പക്ഷേ എയർ ചീഫ് മാർഷൽ തന്നെ പലതവണ പറഞ്ഞു നമുക്കിപ്പോൾ 30 സ്ക്വാഡ്രൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിമാനങ്ങളുടെ വലിയ കുറവുണ്ട്. ചൈനയാണെങ്കിൽ ചെങ്ദു J-20 എന്നൊക്കെ പറയുന്ന അവരുടെ 5ാം തലമുറ വിമാനം ഉണ്ടാക്കി അതിൻ്റെ ഒരു വേരിയൻറ്റ് പാകിസ്ഥാൻ ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. അവർ 6ാം തലമുറ വിമാനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 4ാം തലമുറയിൽപ്പെട്ട തേജസ് പോലും ഇതുവരെ ഓപ്പറേറ്റീവ് ആയിട്ടില്ല. നമ്മൾ 15,000 കോടി രൂപയാണ് അതിൻ്റെ വികസനത്തിന് വേണ്ടി ബജറ്റ് അലോക്കേഷൻ ഫണ്ട് റിലീസ് ചെയ്തു. എന്നിട്ടും ഒരു 10-12 വർഷം കഴിഞ്ഞാലേ നമ്മൾ ഈ 4th ജനറേഷൻ വിമാനമെങ്കിലും നമ്മുടെ ആയുധ പുരയിൽ എത്തത്തുള്ളൂ. ആ സാഹചര്യത്തിൽ നമുക്ക് F-35 ലൈറ്റ്നിങ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇപ്പോൾ സുഖോയ് F-35 ലൈറ്റ്നിങ് നമുക്ക് അമേരിക്ക തരും എന്ന് പറഞ്ഞാൽ വേറൊരു ഗുണം കൂടിയുണ്ട്. റഷ്യ ഉറപ്പായും സുഖോയ് 57 തരും. കാരണം അവർക്ക് കച്ചവടം നടക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരേ സമയത്ത് F-35 ലൈറ്റ്നിങ് എന്ന് കിട്ടുന്നത് നമുക്ക് അമേരിക്കയുടെ മാത്രമല്ല റഷ്യയുടെ
വിമാനം 5ാം തലമുറ വിമാനം കൂടെ കിട്ടാൻ നമുക്ക് വലിയ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഈ F-35 ഇപ്പോൾ ഇന്ത്യ പറയുന്നത് നമുക്കൊരു 2-3 സ്ക്വാഡ്രണെങ്കിലും F-35 ലൈറ്റ്നിങ് ഉടനെ വേണം. അതായത് ഒരു 36 മുതൽ 54 വിമാനമെങ്കിലും. ഒരു സ്ക്വാഡ്രണിൽ ഏതാണ്ട് 12 15 വിമാനങ്ങളാണ്, എനിക്ക് കൃത്യം കണക്കറിയില്ല. ഏതായാലും 2-3 സ്ക്വാഡ്രണെങ്കിലും ഇമ്മീഡിയറ്റ്ലി F-35 ലൈറ്റ്നിങ് നമുക്ക് വേണം. കുറഞ്ഞത് 36 അല്ലെങ്കിൽ 56 ജെറ്റുകൾ വേണമെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കയുമായി നമ്മൾ ഈ പറയുന്ന കോമ്പാക്റ്റ് എന്ന് പറയുന്ന കരാറിലെത്തിയിരിക്കുന്നത്. അപ്പം പൊതുവിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ സൈനിക രംഗത്ത് ഇന്ത്യക്ക് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. പക്ഷേ ഇതൊന്നും ഈ തരത്തിൽ ഒരു വിശദമാക്കുന്ന ഒരു വാർത്തയൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ കാണാത്തതുകൊണ്ടാണ് ഈ വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഈ കമ്മ്യൂണിക്കെ എടുത്തിട്ട് നമ്മൾ ഈ പ്രതിരോധ രംഗത്തുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് വെച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.